ഇന്ന് ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ദിനം. ഈശോയുടെ തിരുഹൃദയവും എൻ്റെ ഹൃദയവും കൈമാറേണ്ട പ്രണയ ദിനം. കത്തോലിക്ക സഭയുടെ വാലന്റൈൻസ് ഡേ ആണ് തിരുഹൃദയ തിരുനാൾ ദിനം. ഈ തിരുനാൾ ദിനത്തിൽ ഈശോയോട് അഗാധ പ്രണയത്തിലായ ഈശോ തൻ്റെ സ്വന്തം ഹൃദയമെടുത്ത് കാട്ടിയ ഒരു വിശുദ്ധയാണ് വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കൗക്ക്. ഈശോയുടെ തിരുഹൃദയവുമായി ഏറെ അടുപ്പം പുലർത്തിയിരുന്ന വിശുദ്ധ മാർഗരറ്റിന് 1670 ഫ്രാൻസിൽ വിസിറ്റേഷൻ കോൺവെന്റിൽ വച്ചാണ് യേശുവിന്റെ ദർശനങ്ങൾ ലഭിച്ചിരുന്നത്. 1673 ഡിസംബറിൽ യേശുവിന്റെ ഹൃദയത്തിൽ തല ചായ്ക്കാൻ അനുവദിച്ചതായി അവൾ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. യേശുവിന്റെ സാന്നിധ്യത്തിന്റെ പ്രത്യേക ആശ്വാസവും സ്നേഹവും അവൾ അനുഭവിച്ചറിഞ്ഞപ്പോൾ യേശു അവളോട് ലോകത്തോടുള്ള തന്റെ നിസ്സീമമായ സ്നേഹത്തെക്കുറിച്ച് സംസാരിച്ചു. മനുഷ്യരാശിയോടുള്ള തന്റെ സ്നേഹവും നന്മയും തുറന്നു കാണിക്കാൻ അവളെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. 1674 തന്റെ ജീവൻ തുടിക്കുന്ന തിരുഹൃദയം ബഹുമാനിക്കപ്പെടാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് യേശു വെളിപ്പെടുത്തിയതായി വിശുദ്ധ മാർഗരറ്റ് മേരി പറഞ്ഞു. അവൾ ഈശോയെ വിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കാൻ പ്രത്യേകിച്ച് എല്ലാ മാസത്തിലെയും ആദ്യ വെള്ളിയാഴ്ചകളിൽ ആരാധനയ്ക്കായി കുറച്ചു സമയം ചിലവഴിക്കണമെന്നും വിശ്വാസികളോട് ആവശ്യപ്പെട്ടു. 1675 ഈശോയുടെ തിരുശരീര രക്ത തിരുനാളിനു ശേഷമുള്ള 8ാം ദിവസം വിശുദ്ധ മാർഗരറ്റിന് ഒരു ദർശനമുണ്ടായി. ഇതാണ് പിന്നീട് ഏറ്റവും മഹത്തായ ദർശനം എന്ന് പ്രതിപാദിച്ചിരുന്നത്. ആ ദർശനത്തിൽ ഈശോയുടെ തിരുശരീര രക്ത തിരുനാളിന്റെ അടുത്ത വെള്ളിയാഴ്ച എല്ലാ വർഷവും കുരിശിലെ തന്റെ ബലിയോടുള്ള മനുഷ്യരുടെ നന്ദികേടിന്റെ പരിഹാരമായി തിരുഹൃദയത്തിന്റെ തിരുനാൾ ആഘോഷിക്കണമെന്ന് യേശു ആവശ്യപ്പെട്ടു. 1690 വിശുദ്ധ മാർഗരറ്റ് മേരിയുടെ മരണശേഷം തിരുഹൃദയത്തോടുള്ള ഭക്തി പ്രചാരത്തിൽ വന്നു. ഏതൊരു ദർശനവും അംഗീകരിക്കുന്നതിനു വേണ്ടി നിരവധി നിയമങ്ങൾ സഭയിൽ നിലനിൽക്കുന്നതിനാൽ 1765 വരെ ഫ്രാൻസിലുടനീളം ഈ തിരുഹൃദയ തിരുനാൾ ഔദ്യോഗികമായി ആഘോഷിച്ചിരുന്നില്ല. 1873 മെയ് 8 പയസ് 9 മാർപ്പാപ്പ തിരുഹൃദയ തിരുനാൾ ഔപചാരികമായി അംഗീകരിച്ചു. 26 വർഷങ്ങൾക്കു ശേഷം 1899 ജൂലൈ 21 ലോകത്തിലെ എല്ലാ മെത്രാന്മാരും അവരുടെ രൂപതകളിൽ തിരുഹൃദയ തിരുനാൾ ആചരിക്കണമെന്ന് മാർപ്പാപ്പ നിർദ്ദേശിച്ചു. അങ്ങനെ തിരുഹൃദയത്തോടുള്ള വണക്കം ഇന്നും നമ്മൾ ആചരിച്ചു പോരുന്നു.